എന്താ ഒടുവിൽ അവർക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു? അല്ല, നീറ്റിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറായി കേന്ദ്ര സർക്കാർ എന്നൊരു വാർത്ത കേട്ടു, അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഒരു ജനാധിപത്യത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്ന ഒരു ജനത, അവർ നടത്തുന്ന പ്രതിഷേധം ഒരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അനുകൂലമായി സംഭവിക്കില്ല എന്നല്ലേ പറയുന്നത്. പക്ഷേ ആ ചരിത്രം തിരുത്താൻ CJPക്ക് കഴിയുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒന്ന് ഓർത്തോളൂ, ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ അനീതിക്കെതിരെ തെരുവിലേക്ക് ഇറങ്ങി എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവഗണിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. പൊതുപ്രവർത്തകനും സ്ട്രാറ്റജിസ്റ്റുമായ അഭിജിത്ത് ദീപ്കെ എന്ന വ്യക്തിയിലേക്ക് സമരം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്ന വിമർശനമാണിപ്പോൾ ഉയരുന്നത്. എങ്കിലും നിശ്ചലമായി പോയ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ അവർ വീണ്ടും ചടുലമാക്കാൻ CJPക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം. മാത്രമല്ല, ഈ വിദ്യാർത്ഥി സമരം പൊതുസമൂഹത്തിന്റെ സ്വീകാര്യത ഇപ്പോൾ ഏറെ നേടുകയാണ്. സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ ഒതുങ്ങാതെ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ചലോ സൻസദ് പോലുള്ള മാർച്ച് സംഘടിപ്പിച്ച് ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചില്ലെങ്കിലും ഇന്ത്യൻ ജൻസി പ്രക്ഷോഭം ഏൽക്കില്ലെന്ന് എതിർപക്ഷം വാദിക്കുകയാണ്. അതിന് കാരണമുണ്ട്. 140 കോടിയിലധികം വരുന്ന ഒരു ജനസംഖ്യയിൽ നീറ്റ് അല്ലെങ്കിൽ CBSE പരീക്ഷാ ക്രമക്കേടുകൾ നേരിട്ട് ബാധിക്കുന്നത് ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികളെയാണ്. എങ്കിലും രാജ്യത്തിൻ്റെ ആകമാനമുള്ള വോട്ട് ബാങ്കിനെ അപേക്ഷിച്ച് ഒരു ചെറിയ ശതമാനം മാത്രമാണെന്നതും വിമർശകർ ചൂണ്ടിക്കാട്ടുന്ന വലിയൊരു പോയിന്റാണ്. അതുകൊണ്ട് ജന്തർ മന്ദറിലെ സമരമുഖത്തിനപ്പുറം ചലനങ്ങൾ സൃഷ്ടിക്കാൻ CJPക്കോ അഭിജിത്ത് ദീപ്കയ്ക്കോ സാധിക്കുകയില്ലെന്നായിരുന്നു സമരത്തെ എതിർക്കുന്നവരുടെ വലിയൊരു വാദം. എന്നാൽ മറ്റു നഗരങ്ങളിലേക്കും സമരം വ്യാപിപ്പിക്കുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജന്തർ മന്ദർ സമരത്തെ അനുകൂലിച്ച് പല നഗരങ്ങളിലും പ്രകടനങ്ങൾ നടന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ജന്തർ മന്ദറിലേക്ക് എത്തുകയാണ്. ഭക്ഷണം എത്തിക്കുന്നു, മെട്രോ ട്രെയിൻ സർവീസ് നിർത്തിവെച്ചും ഇന്റർനെറ്റ് നിരോധിച്ചുമൊക്കെയാണ് സമരത്തെ നേരിടാൻ കേന്ദ്രം ശ്രമിക്കുന്നത്. എന്നാൽ ഡൽഹി പോലുള്ള ഒരു മഹാനഗരത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ബാധിക്കുന്ന ഈ നിയന്ത്രണം സർക്കാരിന് എത്ര ദിവസം തുടരാൻ കഴിയുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സ്വീകാര്യമായ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. പൊതുവേദിയിൽ ചർച്ച വേണമെന്ന ആവശ്യമാണ് CJP ഇപ്പോൾ ഉയർത്തുന്നത്. രാജ്യം കനത്ത സാമ്പത്തിക വെല്ലുവിളിയും വിലക്കയറ്റവും നേരിടുന്ന സാഹചര്യത്തിൽ അയോധ്യ വിഷയം കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ജനശ്രദ്ധ തിരിച്ചു വരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തന്നെ ചർച്ചയ്ക്ക് വഴങ്ങാതെ സമരം നീട്ടിക്കൊണ്ടു പോവുകയാണോ എന്നതാണ് ഇപ്പോൾ ചിലർ സംശയമായി ഉന്നയിക്കുന്നത്. എന്തായാലും രാജ്യത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ തലങ്ങളിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സമരത്തിലാണ് ഇപ്പോൾ ജന്തർ മന്ദർ സാക്ഷ്യം വഹിക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.